പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. സ്നേഹമുള്ളവരെ, ഇന്ന് ഞായറാഴ്ച ദൈവജനം സാബത്ത് ആചരിക്കുന്ന ദിനം. ഇത്രയും ദിവസം നമ്മൾ ജോലി ചെയ്ത് ഒരു ദിവസം തമ്പുരാൻ്റെ കൂടെ ആയിരിക്കുന്ന ദിവസം. പ്രാർത്ഥനകളിലും യാചനകളിലും ബൈബിൾ പഠനങ്ങളിലൂടെയും നമ്മൾ ദൈവത്തെ തേടണം, ദൈവത്തെ അന്വേഷിക്കണം. ദൈവം എന്ത് ദൈവത്തിൻ്റെ വചനത്തിലൂടെ പറയുന്നു. സ്നേഹമുള്ളവരെ, ഇന്നത്തെ ദിവസം സാധിക്കുമെങ്കിൽ ഒരുപക്ഷെ നീ മാത്രമായിരിക്കാം, നിൻ്റെ കൂടെ ആരും ഇരിക്കില്ല ബൈബിൾ വായിക്കാം. അത് പ്രാർത്ഥന നടക്കട്ടെ രാത്രി. അതൊക്കെ ഒരു എത്തിക്കലല്ല മക്കളെ. നമ്മൾ ദൈവത്തോട് ചേർന്ന് ബൈബിൾ തുറന്ന് ഒരു പേജ് വായിക്കാൻ തുടങ്ങുമ്പോൾ മക്കളെ, അത് ദൈവശക്തി, അത് തമ്പുരാൻ്റെ കൃപ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ എന്തും സാധിക്കും. ബന്ധനങ്ങൾ അഴിയും, അശുദ്ധി മാറും, കെട്ടുകൾ അഴിയും, അത്ഭുത രോഗസൗഖ്യം ദൈവവചനത്തിന് കൊടുക്കാൻ സാധിക്കും. ദൈവത്തിൻ്റെ വചനം ഒരു രോഗിയെ സുഖപ്പെടുത്തുന്നു, ദൈവവചനം ഒരുവനെ ശിക്ഷപ്പെടുത്തുന്നു, ദൈവവചനം ഒരുത്തനെ മാനസാന്തരപ്പെടുത്തുന്നു, ദൈവവചനം ശാപബന്ധനങ്ങളെ എടുത്തു മാറ്റുന്നു. ആമേൻ. ഇന്നത്തെ ദിനം നമുക്ക് അങ്ങനെ ധ്യാനിക്കാം. എൻ്റെ ഈശോയെ, വേദനകൾ കാണുന്ന നല്ല ദൈവമേ, കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഞാനും എന്നെ പോലെയുള്ള മക്കളുടെ പ്രാർത്ഥന അവിടുന്ന് സ്വീകരിക്കണേ കർത്താവേ. നിലവിളിയുടെ സ്വരം കേൾക്കുന്ന ദൈവമേ, പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ പോലുള്ള മക്കളെ അവിടുന്ന് അങ്ങയുടെ ആണിപ്പഴുതുള്ള കര നീട്ടി ഞങ്ങളെ ആശീർവദിക്കണമേ കർത്താവേ. നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന കേട്ടതിനോട് നന്ദി പറയുന്നു ഈശോയെ. കർത്താവേ, അങ്ങയുടെ മാറോട് ചേർത്ത് നിന്ന് കിടക്കട്ടെ കർത്താവേ. അങ്ങയുടെ മാറോട് ചേർത്ത് ഞങ്ങളിന്ന് ചേർത്ത് പിടിക്കണമേ കർത്താവേ. തള്ളക്കോഴി അതിൻ്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്നത് പോലെ ഈശോയെ, നിൻ്റെ കാരുണ്യം ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ. അങ്ങയുടെ കാരുണ്യാൽ ഞങ്ങളെ ചേർത്ത് പിടിക്കണേ കർത്താവേ. ഈശോയെ, നിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഒരു സമാധാനം, ഒരു സൗഭാഗ്യം, ഒരാത്മീയ അന്തരീക്ഷം അവിടെ നിന്ന് ഞങ്ങൾക്ക് നൽകുന്നതിനോട് നന്ദി പറയുന്നു. കണ്ണീരെല്ലാം തുടച്ചിടുവാൻ കാരുണ്യരൂപ വരുമോ? കണ്ണീരെല്ലാം തുടച്ചിടുവാൻ കാരുണ്യരൂപ വരുമോ? കരഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ, കരഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കുക. സകലതും അനുഗ്രഹമാക്കി മാറ്റട്ടെ. അഭിഷേകാഗ്നിയാൽ വിശദീകരിക്കണമേ. യേശുവിൻ്റെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ കർത്താവേ. കർത്താവെ, അസ്വസ്ഥകളൊക്കെ മാറ്റി എൻ്റെ കുടുംബം, എൻ്റെ ബന്ധുക്കൾ, എൻ്റെ അയൽവാസികൾ, ഞാൻ കണ്ടുമുട്ടുന്ന മാതാപിതാക്കളുടെ മക്കൾ, ആ കുടുംബം എല്ലാം അനുഗ്രഹമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം. മക്കളെ, ഈ നൊയമ്പ് കാലത്ത് ഒരു 4 പേർക്കെങ്കിലും, 4 രോഗികളെങ്കിലും ചെന്ന് കാണുകയും നമ്മുടെ പരിസരത്തുള്ള മാതാപിതാക്കളെയൊക്കെ ഒന്ന് സമർപ്പിച്ച് കണ്ട് മനസ്സിലാക്കി നമുക്ക് അവർക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കാൻ പാടാം. കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപ വരുമോ? 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 നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടവളാവുന്നു. അങ്ങയുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണ സമയത്ത് തമ്പുരാന്റെ പരിശുദ്ധമേ, നിത്യപിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.